ഓം ശാന്തി. തൻ്റെ സ്വപ്നങ്ങളെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടായിരിക്കില്ല. വലുതായ സ്വപ്നം കാണുന്നവർക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കൂ. അത് പരമാർത്ഥമാണ്, അതാർക്കും മാറ്റാനാവില്ല. നമ്മളൊരു മുന്നൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു നദി കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ചെറിയ വഞ്ചിയെ കാണും. കടൽ കടക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കപ്പൽ കാണും. വലിയ സ്വപ്നങ്ങളാണെങ്കിൽ, വലിയ ലക്ഷ്യങ്ങളാണെങ്കിൽ അതനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം, ഭാരം കൊണ്ടാർക്കും ഉയർന്നു പറക്കാൻ സാധിക്കാറില്ല. കോഴിയമ്മ തൻ്റെ മക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കഴുകൻ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ പരമാവധി പറക്കാൻ ശ്രമിക്കും. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് പാവം താഴ്ന്നു താഴെ വരും. കുഞ്ഞിനെയും കൊണ്ട് കഴുകൻ പോകുന്നതും നമുക്ക് കാണാം. ഭാരമില്ലാത്ത കഴുകൻ ഉയർന്നു പറക്കും. ഭാരമുള്ളതായിരിക്കുന്ന ആ കോഴിയമ്മയ്ക്ക് ഉയർന്നു പറക്കാനാവില്ല. നിങ്ങളും ജീവിതത്തിൽ ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ഒരു ചാക്ക് സാധനം തലയിൽ വെച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കയറിയിരുന്നാലും കണ്ടക്ടർ ഒരിക്കലും ഇതെത്ര ഭാരം കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ തൂക്കി നോക്കട്ടെ എന്ന് നമ്മളോട് ചോദിക്കാറില്ല. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്, ആ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ അടിയിൽ മുഴുവൻ ലഗേജ് നിറയ്ക്കാറുണ്ട്. എന്നിട്ടും കാല് വെക്കാനുള്ള സ്ഥലത്ത് വേണമെങ്കിൽ അവിടെയും നമ്മൾ കുറച്ച് ലഗേജ് വെച്ചിട്ട് സാധനങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോഴും TTR വന്നിട്ട് നിങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യും എന്നല്ലാതെ TTR വന്നിട്ട് നിങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യും എന്നല്ലാതെ നിങ്ങളെത്ര ഭാരം കൊണ്ടുവന്നു എന്ന് തൂക്കി നോക്കാറില്ല. അതേസമയം വിമാനത്തിലാണ് നിങ്ങൾക്ക് പറക്കേണ്ടതെങ്കിൽ, എയ്റോപ്ലെയിനിലാണ് നമ്മുടെ യാത്ര എങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സാധനത്തിനും കൃത്യമായി തൂക്കി നോക്കും. 1 കിലോ കൂടുതലുണ്ടെങ്കിൽ പോലും വലിയ തുക കൊടുത്തിട്ട് വേണ്ടി വരും നമുക്കത് കൊണ്ടുപോകാൻ. കാരണം വിമാനത്തിന് പറന്നു പൊങ്ങണം. യാത്രക്കാരുടെ ലഗേജിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് അവർ തൂക്കിയിട്ടേ നമ്മളെ അവിടേക്ക് കയറ്റാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ജീവിതത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് ഉയർന്ന് പറക്കണോ എങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. വലിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നതെങ്കിൽ മണിക്കൂറുകളോളം റീൽസ് കണ്ടിരിക്കുന്നത് ഒഴിവാക്കേണ്ടതായിട്ട് വരും. മണിക്കൂറുകളോളം മൊബൈൽ നോക്കി സിനിമ കണ്ടിരിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. ദിവസവും ഒരു സിനിമ കാണാറുണ്ട് എന്ന് വെച്ചാൽ അർത്ഥം 2-3 മണിക്കൂർ മിനിമം അവരുടെ ലൈഫിൽ വേസ്റ്റ് ചെയ്യാറുണ്ട്. ദിവസവും 3 മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേസ്റ്റിൻ്റെ ഭാരമായിരിക്കും. അവരുടെ വിഷ്വലൈസേഷൻ പവറിൻ്റെ ഉള്ളിൽ അവരുടേതായിരിക്കുന്ന തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവരുടെ ഫീലിംഗ് പാർട്ടിൻ്റെ ഉള്ളിൽ മറ്റാരൊക്കെയോ ഡിസൈൻ ചെയ്തതായിരിക്കുന്ന ഫീലിങ്സ് മാത്രം ഉണർന്നു വരാൻ തുടങ്ങും. അവർ കാര്യങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിൽ വലിയ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിൽ സ്വന്തം സമയത്തെ വേസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങളെ കണ്ടുകൊണ്ട് ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വേസ്റ്റായി ചെലവഴിക്കുന്ന എല്ലാ സമയത്തിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. സമയം എന്നത് വലിയൊരു നിധിയാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ തൻ്റെ സമയത്തെ 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെയുള്ളതായിട്ടുള്ള ടൈം ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആധാരത്തിൽ സമയത്ത് ഉപയോഗിക്കുന്നവർ, അവർക്ക് കീഴടക്കാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തില്ല. അതേ ലോകത്തിൽ നമ്മളും ജീവിക്കുന്നു. പക്ഷേ സമയം എന്ന ഒരു വലിയ നിധിക്ക് വാല്യൂ കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കഴിവുകളെ, നമ്മുടെ ശക്തികളെ ഉണർത്തിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ സമയത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു കാര്യം നിർബന്ധമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഭാരത്തെ കുറച്ചേ പറ്റൂ. മനസ്സിൻ്റെ ഉള്ളിലെ ഭാരം കുറയ്ക്കണമെങ്കിൽ ദിവസവും മനസ്സിനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ചെയ്തേ പറ്റൂ. ദിവസവും വീട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അടിച്ചു തുടയ്ക്കും. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യും. ഇനി അത്രയും തിരക്കിൽ ഓടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും അലമാരിയും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് എല്ലാ പൊടിയും ക്ലീൻ ചെയ്യുന്നത് ചെയ്യാതിരിക്കില്ല.
നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഗാർഡൻ്റെ കാര്യം, ഇതൊക്കെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി 15 ദിവസമായി ചെടിക്ക് വളം കൊടുത്തിട്ടില്ല, ഒരു മാസമായിപ്പോയി, നമുക്ക് പുല്ല് വളർന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വളരുന്ന പുല്ലുകൾ, ഇവിടെ വരുന്ന കള, ഈ വേസ്റ്റ്, അത് കളയാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ ഉത്തരം കണ്ടെത്തുക എനിക്ക് സമയം എവിടെയുണ്ട് എന്നുള്ളതാണ്. സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു വെക്കാമെങ്കിൽ, ഇനി എത്ര തിരക്കുള്ള ആളാണെങ്കിലും, ചിലർ പറയും ഞാൻ സിനിമ കാണുന്നില്ല സിസ്റ്ററെ, ഞാൻ റീൽസ് കാണുന്നില്ല സിസ്റ്റർ, രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ ജോലി, എൻ്റെ ജോലി സ്ഥലത്തെ ജോലി, എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ സമയം കിട്ടുന്നില്ല എന്ന്. അവിടെയും ഞാൻ പറയുകയാണ്, മൂർച്ച വെപ്പിക്കാത്ത മഴ കൊണ്ട് മുറിച്ചാൽ നിങ്ങൾക്കൊരു മരം മുറിയാത്തതുപോലെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താതെ, സങ്കല്പങ്ങളിൽ ഊർജം നിറയ്ക്കാതെ നിങ്ങൾ എത്ര കഷ്ടപ്പെടുമ്പോഴും ഒരു കൂലിപ്പണിക്കാരൻ കഷ്ടപ്പെടും പോലെ, അതല്ലെങ്കിൽ നിങ്ങൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു രീതി തിരഞ്ഞെടുക്കുകയും സ്മാർട്ട് വർക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, പണ്ട് പാറ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടായിരുന്നു, ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കണമായിരുന്നു. ഇന്നും അതേ സിസ്റ്റം തുടരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പാറേനെ ക്രഷ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം രീതി ഉപകരണങ്ങൾ വന്നു, അത് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് സ്മാർട്ട് വർക്ക് അഥവാ അവനവനിൽ സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പണികളെ വേഗം ചെയ്യാൻ ഒരുപാട് കാര്യം ഉപയോഗിക്കാം. പക്ഷേ ആ സമയത്തെ പ്രോപ്പർ വേല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവനവനിൽ സ്മാർട്ട് വർക്ക് ചെയ്തേ പറ്റൂ. നമ്മുടെ സമയത്തിന് എനിക്ക് വേണ്ടി ഒന്നുകിൽ അരമണിക്കൂർ നേരം രാവിലെ ഉണരുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങും മുന്നേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. മനസ്സിൻ്റെ ഭാരത്തെ പേപ്പറിലേക്ക് മാറ്റിക്കൊണ്ട് ഈശ്വരന് കത്തെഴുതുന്നതായിട്ടൊരു വിധി. ഇനി അഥവാ നിങ്ങൾക്ക് ഈശ്വരന് കത്തെഴുതാൻ തീരെ ഇഷ്ടമല്ല, ഞാൻ നിരീശ്വരവാദിയാന്ന് പറഞ്ഞ ചിലരൊക്കെ എന്നോട് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ ഈശ്വരന് കത്തെഴുതാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മനസ്സിൻ്റെ ഭാരം ഇല്ലാതാക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾ ഈശ്വരൻ വിചാരിക്കേണ്ട, ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ ഡെയിലി ഡയറി എഴുതുന്ന എത്രയോ ആളുകളുണ്ട്. ആ ഡയറിയിലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും എഴുതിക്കോളൂ. ആരോടോ പറയുന്ന പോലെ നിങ്ങളൊരു നല്ല സുഹൃത്തിനെ, കാണാത്തൊരു സുഹൃത്തിനെ കണ്ടുകൊണ്ട്, അഥവാ നേരിട്ട് പറയാൻ പ്രയാസാവും, എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തിനെ മനസ്സിൽ വിചാരിച്ച് എഴുതിക്കോളൂ. അവരുടെ പേരിൽ എല്ലാ കത്തും എഴുതിയ ശേഷം അതിനെ കീറി കത്തിച്ച് കളഞ്ഞോളൂ. മനസ്സിനെ ക്ലീൻ ചെയ്യാനുള്ള നമ്പർ 1 മെത്തേഡാണ് ഈശ്വരന് കത്തെഴുതുക എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതായിട്ടുള്ള മെത്തേഡ് ഡെയിലി ഭഗവാന് കത്തെഴുതുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കും വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. ഈശ്വരൻ്റെ പേരിൽ കത്തെഴുതിക്കൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ സങ്കടങ്ങളെ, വിഷമങ്ങളെ, സന്തോഷങ്ങളെ, സങ്കടം മാത്രം പറയാനുള്ള ആളൊന്നും അല്ല കേട്ടോ ഈശ്വരൻ. നമ്മുടെ സന്തോഷവും പറയാൻ ഈശ്വരനോട് കേൾക്കാൻ സന്തോഷമാണ്. ഒരച്ഛൻ നമ്മുടെ സങ്കടവും സന്തോഷവും ഒരുപോലെ കേൾക്കാൻ ഇഷ്ടപ്പെടും പോലെ, ഭഗവാനാകുന്ന അച്ഛനും നമ്മുടെ സങ്കടവും സന്തോഷവും ഒരുപോലെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ മനസ്സിലെ ഭാവനകൾ, ഈ ഫീലിങ്സ്, സങ്കടങ്ങളുണ്ടെങ്കിൽ അത്, ഏതെങ്കിലും ഇമോഷണലി ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അത്, ആരെങ്കിലും നമ്മളെ ഇമോഷണലി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നല്ല കാര്യം ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത്, ചുരുക്കം പറഞ്ഞാൽ ഒരു ദിവസത്തെ എല്ലാ കാര്യവും ഭഗവാന് കത്തെഴുതിക്കൊണ്ട് മനസ്സിനെ കാലിയാക്കുന്ന ഒരു ശീലം കൊണ്ടുവന്നാൽ രാത്രി നല്ലൊരു ഉറക്കം കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ ഫ്രഷായിട്ട് ഉണരാൻ സാധിക്കുകയും സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വിധം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും, മനസ്സ് എവിടേക്കൊക്കെയോ അരഞ്ഞുകൊണ്ടിരിക്കും, അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം 1 മണിക്കൂർ എടുത്തേക്കും. മനസ്സിനെ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ, ഭാരം ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് ലൈഫിൽ 2 ലെവൽ ഭാരം ഒഴിവാക്കണം. ഒന്ന്, അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ കാര്യം നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുമോ, അതൊക്കെ അങ്ങനെ തന്നെ വേണം ഒരു ലൈഫിൽ മുന്നോട്ട് പോകാൻ. നമ്മുടെ മക്കളെ കൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യിപ്പിക്കില്ല, ഇനി ജീവിതത്തിൻ്റെ അവസാനം വരട്ടെ, ഞാൻ എന്നാലാവുന്നൊക്കെ, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്ന ചില പേരൻസിനെയൊക്കെ ഞാൻ കാണാറുണ്ട്. തെറ്റാണ്, ഞാൻ ഓപ്പണായി പറഞ്ഞു തരികയാണ്. ആ കുഞ്ഞുങ്ങളെ വള്ളികളാക്കി വളർത്തരുത്, മരങ്ങളാക്കി വളർത്തണം. ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഓരോ പ്രായത്തിലും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് പഠിച്ചാലേ ജീവിതത്തിൽ അതാവുള്ളൂ എന്ന് കരുതി അവർ ദിവസവും കയറി കുക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ കുക്ക് ചെയ്യാൻ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ചായ പോലും എനിക്ക് ഇടാൻ അറിയില്ല, എൻ്റെ മമ്മിയില്ല, എൻ്റെ അമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് തെറ്റാണ്. എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങൾ പഠിപ്പിച്ച ശേഷം ഒരു കലയെ സ്വന്തമാക്കിയിട്ട് അവർ
അവർക്ക് ഏതാണോ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹം അതിലേക്ക് അവർ പോയിക്കോട്ടെ. പക്ഷേ അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി വളർത്തരുത്. നമ്മുടെ ഒരു വീടിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ആ ഫാമിലിയിൽ എല്ലാവരും പഠിച്ചിരിക്കണം. കുറച്ചെങ്കിലും സമയം നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കൈ നീട്ടാൻ നിങ്ങളുടെ മക്കൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ സുഖദുഃഖങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വാല്യൂ അവർക്ക് വരും. എങ്കിൽ ജീവിതം നമുക്ക് സുഖകരമായി പോകാം. അതുകൊണ്ട് ഞാൻ എന്ന മരം എവിടെയുണ്ട്, അതുകൊണ്ട് ആരും ഒരു വിഷമം അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാരം തൂക്കി നടക്കാൻ തുടങ്ങിയാൽ അധികം യാത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു മല കയറണമെങ്കിൽ പോലും ഒരു 12 കിലോമീറ്റർ ഹൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോലും നിങ്ങൾ ഓരോ ഭാരം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കിതപ്പ് കൂടും, ക്ഷീണം കൂടും. കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് പോകും നിങ്ങൾ. അപ്പോൾ ജീവിതത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക, ജീവിതത്തിൻ്റെ ഭാരം ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കുക, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പഠിക്കുക, മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക, കുറച്ച് സമയം നമ്മളെ ഷാർപ്പം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യം ചെയ്യാമെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ സ്വപ്നങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.